ഗുഡ് ആഫ്റ്റർനൂൺ വ്യൂയേഴ്സ്. അഡാനി പോർട്ടിൻ്റെ റിസൾട്ട് വന്നു. അഡാനി പോർട്ടിൻ്റെ റിസൾട്ട് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്ത പോലെയല്ല വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത് ട്രേഡ് ചെയ്യുന്നത് 1054, 1013 അതിൻ്റെ ലാസ്റ്റ് ഇന്ന് ബോട്ടം ടച്ച് ചെയ്ത പ്രൈസാണ് ഈ 1013. സോ അഡാനി പോർട്ടിനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ അവർ പറയുന്നത് വെച്ചാൽ 4% ഗ്രോത്ത് അഡാനി ഈ കാണിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. സോ ആ 4% ഗ്രോത്ത് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്ത പോലത്തെ റിസൾട്ടും അല്ല വന്നത്. മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്ത് 26 ബില്യൺ ആയിരുന്നു മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്ത്. പക്ഷേ കമ്പനി പറയുന്നത് ഞങ്ങൾ 14% ഗ്രോത്ത് കാണിച്ചു, പക്ഷേ അത് 25 ബില്യൺ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്ത റിസൾട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് വളരെ മാർക്കറ്റ് അഡാനിനെ പണിഷ് ചെയ്തിട്ടുള്ളത് അഡാനി പോർട്ടിൻ്റെ. പക്ഷേ അഡാനി പോർട്ടിൻ്റെ കാർഗോ വോളിയം 4% കൂടിയിട്ടുണ്ട്. പക്ഷേ അതേസമയത്ത് കഴിഞ്ഞ ക്വാർട്ടറിൽ അതിൻ്റെ കാർഗോ വോളിയം ഗ്രോത്ത് കാണിച്ച 10%ഓളം ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ഷോയിങ് ഇന്ത്യാസ് സ്ലോയിങ് എക്കണോമി. ഇന്ത്യൻ എക്കണോമിനെ കാണിക്കുന്ന ഈ കാർഗോ മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ നമുക്കറിയാലോ, ഒരു കൺട്രിയുടെ കാർഗോ മൂവ് ആയിട്ടില്ല അതിൻ്റെ എക്കണോമിക് ഗ്രോത്തിനാണ് നമ്മൾ കാണിക്കുന്നത്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് അഡാനിയൊക്കെ ഈ പ്രൈസിൽ ലോങ് ടേമിൽ വാങ്ങിക്കാനൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി അത് അഡാനി. കാരണം അഡാനി പോർട്ട് വെരി സ്ട്രോങ് കമ്പനി. സോ അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ നല്ലൊരു ടൈമാണ് പൈസകൾ കൂട്ടൊക്കെ വാങ്ങിക്കാനും കുറച്ച് ഹോൾഡ് ചെയ്യാനും പറ്റിയ സമയമാണ്. പക്ഷേ മേ ബി സ്റ്റോക്ക് കുറച്ച് കറക്റ്റ് ചെയ്യും. പക്ഷേ യു ക്യാൻ നിബിൾ സ്മോൾ ക്വാണ്ടിറ്റി. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഈ നമ്മുടെ നാട്ടിലെ ഇൻഇക്വാലിറ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ട് വൈ ദർ ഈസ് നോട്ട് എ യൂണിവേഴ്സൽ ബേസിക് ഇൻകം നമ്മളെ കൺട്രിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. പൊതുവേ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഒരു യൂണിവേഴ്സൽ ബേസിക് ഇൻകം, അതാണല്ലോ കമ്മ്യൂണിസം പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ബേസിക് യൂണിവേഴ്സൽ ഇൻകം കൊടുക്കുന്നതിനെ കുറിച്ച് എന്തുകൊണ്ട് ഗവൺമെൻറ് ചിന്തിക്കുന്നില്ല? പക്ഷേ അതിന് സ്റ്റേറ്റ് ഗവൺമെൻറ് ഗ്യാരണ്ടി ചെയ്യണം എവരിബഡി വിൽ ഗെറ്റ് എ ബേസിക് മിനിമം ഇൻകം എന്നുള്ള കാര്യം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ക്യാൻ ഡാമേജ് ദ ഇൻസെൻറ്റീവ്സ് ടു വർക്ക് ആൻഡ് ക്രിയേറ്റ്. അതാണ് യൂണിവേഴ്സൽ ബേസിക് ഇൻകം കൊടുത്താലുള്ളൊരു പ്രശ്നം. അപ്പോൾ ഈ നമ്മുടെ രാജ്യത്ത് വേറെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കാണുന്നത് വെച്ചാൽ ഈ ഹൈപ്പർ നാഷണലിസം പ്രൊമോട്ട് ചെയ്യുന്നതും പ്രൊമോഷൻ ഓഫ് ഹൈപ്പർ നാഷണലിസം പ്രൊമോട്ട് ചെയ്യാൻ നമ്മളെ കൺട്രി ഗ്രേറ്റ് ആണ്, ലോകത്തിലെ ഒരു ക്രിക്കറ്റ് ജയിച്ചാൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രേറ്റ് കൺട്രിയാണ്, ഇങ്ങനെയുള്ള ഹൈപ്പർ നാഷണലിസം പ്രൊമോട്ട് ചെയ്യുക. സോ ദ പ്രൊമോഷൻ ഓഫ് ദി നാരോ വ്യൂ ദാറ്റ് വൺസ് കൺട്രി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഇൻ ദ വേൾഡ് എന്നുള്ള ഞാൻ വിചാരിക്കുന്നത് അതൊരു റോങ് വേ ഓഫ് പ്രൊമോട്ടിങ് ദ നാഷണാലിറ്റി എന്ന് തോന്നുന്നു. കാരണം if you ever want to choose between nation and justice, I hope we have the courage to stand for justice. Justice national നോക്കാൻ ജസ്റ്റിസിനാണ് more important നമ്മൾ കൊടുക്കേണ്ടത്. So that is true. You can't blame the gravity. So there is nothing you can do much about it.